നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് പറയുന്നത്, നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പാല് തിളച്ച് പുറത്തേക്ക് പോകുക എന്നുള്ളത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഇനി പാല് തിളച്ച് പുറത്ത് പോവാതിരിക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ പറയുന്നത്. നമ്മൾ പാല് തിളപ്പിക്കുന്ന ആ ഒരു പാലിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ബൗൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു ബൗൾ ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് അപ്പുറത്തോ പോകണം എന്നുണ്ടെങ്കിൽ പാല് അടുപ്പത്ത് വെച്ചിട്ടും ഒന്ന് പോയാലും തിളച്ച് പുറത്ത് പോവില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാല് തിളപ്പിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ മരത്തിൻ്റെ തവി വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പുറത്ത് പോവില്ല എന്ന് മുമ്പ് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ടും കാര്യമില്ല, തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് വർക്കാവില്ല. അപ്പോൾ ഇനി അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പാല് തിളപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നൊന്ന് ഇളക്കി കൊടുത്ത് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്, അടിക്ക് പിടിക്കാതിരിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു പാത്രമല്ലേ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഒരിക്കലും ബേക്കിംഗ് സോഡ ഒന്നും ഇട്ട് വെക്കരുത്. അതുപോലെ തന്നെ ഉപ്പ്, പുളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളിൽ ഇട്ട് വെക്കരുത്. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന പോലെയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബേക്കിംഗ് സോഡയുടെ കാര്യമൊന്നും ആരും ശ്രദ്ധിക്കാത്തതാണ്. അപ്പോൾ എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളോ കവറുകളോ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ചെറിയ ബോട്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റീലിലും അത്ര നല്ലതല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ് തന്നെ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന കല്ലില്ലേ, അതെപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതക്കുന്നതുകൊണ്ട് ഒരുമാതിരി സ്മെല്ല് ഉണ്ടാവില്ലേ. അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തൊണ്ടില്ലേ, അതിലേക്ക് ബേക്കിംഗ് സോഡ ആക്കിയിട്ട് ഇതുപോലെ നല്ല പോലെ ഉരച്ച് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് നമ്മളൊരു വെള്ളം കൊണ്ട് കഴുകി അങ്ങോട്ട് വെക്കല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ ഒരു കല്ലും ഈ ഒരു ഉരലൊക്കെ നല്ല രീതിയിൽ ഈ നാരങ്ങത്തോലി വെച്ചിട്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് കഴുകുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ നല്ല രീതിയിൽ സ്മെല്ലുണ്ടെങ്കിൽ ഈ നാരങ്ങത്തോലി അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ നാരങ്ങയുടെ തൊലിയിലുള്ള സ്മെല്ലും അതിലേക്ക് വന്നിട്ട് മറ്റേ സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ആ ഒരു ക്ലിപ്സൊക്കെ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ബാത്റൂം ആണെങ്കിലും നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. EarthMusk എന്ന് പറഞ്ഞിട്ട് ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലേഡീസ് പ്ലാന്റ് എന്നുള്ള ചാനലിൽ വീട് മുഴുവൻ വൃത്തിയാക്കിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം 2 പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അവർക്കുള്ളത്, EarthMusk, EarthHSR. അപ്പോൾ അതിലുള്ള EarthMusk വെച്ചിട്ടാണ് നമ്മൾ ഈ മുഴുവനായിട്ടുള്ള ക്ലീനിങ്ങും ചെയ്യുന്നത്. പിന്നെ ഹാർഡായിട്ടുള്ള കറകൾ ഉണ്ടാവില്ലേ, ടൈലിലും ബാത്റൂമിലൊക്കെ കുഴൽ കിണറിൻ്റെ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന കറകളൊക്കെ, അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ EarthHSR ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രോഡക്ട്സ്. ഈ ഒരു വൈറ്റ് ബോട്ടിലിൽ കാണുന്നതാണ് EarthMusk. ഇത് 1 സ്പൂൺ എടുത്തിട്ട് ഒരു കപ്പിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ അവർ കുറച്ച് വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു EarthMusk വെച്ചിട്ടാണ് നമ്മൾ അതായത് മൾട്ടിപർപ്പസ് ക്ലീനിങ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു EarthMusk. ഇത് 1 സ്പൂൺ എടുത്തിട്ട് ഒരു കപ്പ്, നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന കപ്പില്ലേ, അതിന് 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ കഴുകാം, ചിരവ കഴുകാം, പിന്നെ അതുപോലെ ഗ്ലാസ്സുകൾ, വണ്ടി കഴുകാം,
പിന്നെ അതുപോലെ നമ്മുടെ ചുമരിൽ കുട്ടികളൊക്കെ വരച്ച മഷി ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കാൻ പറ്റും. പിന്നെ ഇതാണ് EarthHSR കേട്ടോ. ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടൊന്നുമല്ല, നേരിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഹാർഡായിട്ടുള്ള കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുഴൽ കിണറിൽ വെള്ളം യൂസ് ചെയ്തിട്ട് ക്ലോസറ്റൊക്കെ ഒരുമാതിരി കറ പിടിച്ചിട്ടുണ്ടാവില്ല. അത് എത്ര ഹാർഡായിട്ടുള്ള കറയാണെങ്കിലും അതൊരു 5 മിനിറ്റ് ഒഴിച്ച് വെക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ തന്നെ പോകും കേട്ടോ. ഒരുപാട് പണിയൊന്നും എടുക്കാതെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലേ, കിച്ചണിലും അവിടെ ഇവിടെയൊക്കെ വെക്കുന്നതുകൊണ്ട് ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ അടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, പെർഫ്യൂം, അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ ബീഫൊക്കെ വേവിച്ച പാത്രത്തിൽ, ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതിലൊക്കെ ഒരുമാതിരി സ്മെല്ല് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു സ്മെല്ല് നമ്മൾ പിന്നെ വെജിറ്റബിൾസ് അല്ല സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ ബീഫ് വേവിച്ചതിൽ നമ്മളിപ്പോൾ മുസ്ലിംസ് ആയതുകൊണ്ട് എല്ലാം വെക്കുന്നതുകൊണ്ട് അതിനായിട്ടൊന്നും വെക്കാനൊന്നും പറ്റില്ല. അങ്ങനെ വെക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു ബീഫിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ്. അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ബീഫ് വേവിച്ച ഉടനെ തന്നെ. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. വാളൻപുളി അല്ലെങ്കിൽ ഇരുമ്പൻ പുളിയോ വിനാഗിരിയോ ഒക്കെ ഒഴിക്കാം കേട്ടോ. പുളിയുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ആ പുളി അപ്പോൾ നല്ല പോലെ ഒന്ന് സോക്കായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് കൈ വെച്ചിട്ട് ആ പുളിവെള്ളം വെച്ചിട്ട് നല്ല പോലെ ഈ പാത്രം ഒന്ന് ഉരച്ചു കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതുപോലെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ സോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നേരിട്ട് അങ്ങോട്ട് കിച്ചൺ സിങ്കിലേക്ക് ഒഴിക്കാതെ ഇതുപോലൊരു അരിപ്പോ ഒരു തവി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അത് വേസ്റ്റിൽ കൊണ്ടുപോയി ഇടാം. അങ്ങനെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവും. എന്നിട്ട് സാധാരണ നമ്മൾ സോപ്പൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കൂലേ, അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ ഉപ്പേരിയോ അങ്ങനെ എന്തും വെക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് വെളുത്തുള്ളി വെച്ചിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. മിക്സിയിലിടുമ്പോൾ അത് ആകെ പരന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കല്ലിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇത് കുറച്ച് വെള്ളത്തിൽ, ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കല്ല് വെള്ളത്തിലേക്ക് മുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ചതച്ചത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കഴിക്കാനൊന്നും അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നത്. ഇതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി അതൊന്നും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ വെച്ചിട്ട് എടുക്കരുത് കേട്ടോ. അത്ര നല്ലതല്ല. കാരണം അതിനൊക്കെ നല്ലൊരു ഗ്യാസും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതും പ്ലാസ്റ്റിക്കൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, നമുക്ക് ഓരോ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ചത് ഞാനിത് കുറച്ച് വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറും അതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ വെളുത്തുള്ളിയിലേക്ക് ചേർക്കുമ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്, നല്ല പത വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചൂടോട് കൂടെ കൊണ്ടുപോയിട്ട് ഒഴിക്കരുത്, തണുക്കാൻ തന്നെ വെക്കണം. തണുത്തതിന് ശേഷം ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കുന്നൊന്നുമില്ല, ഒരു കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഈ വെള്ളം ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും രാത്രിയിൽ ചെയ്യായിരിക്കും കേട്ടോ നല്ലത്. കാരണം എന്നാൽ രാവിലെ വരെ അത് അവിടെ തന്നെ ഇരുന്നോളും. നമ്മൾ പകലൊക്കെ എപ്പോഴും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്ലഷ് അടിച്ച് അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ രാത്രിയാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ യൂസ് അധികം കുറവല്ലേ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്. അപ്പോൾ കുറേ സമയം അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്ലോസറ്റിലുള്ള കീടാണുക്കളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നശിപ്പിക്കാൻ പറ്റും. നമ്മൾ എത്ര വില കൊടുത്തിട്ടാണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് പുറത്തുനിന്ന് വാങ്ങുന്നത്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ വെളുത്തുള്ളിയും ബേക്കിംഗ് സോഡയും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കീടാണുക്കളൊക്കെ നമുക്ക്
ഒരുവിധം നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രാത്രി ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുക. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്